നമ്മളിപ്പോൾ ഫിസിക്സിൻ്റെ പ്രിപ്പറേഷൻ 100% ആക്കി എടുക്കുകയാണെങ്കിൽ ഫിസിക്സിൽ നോട്ട്സ് ഉണ്ടാക്കുന്നതും MCA ചെയ്യുന്നതും തമ്മിൽ ഡിഫറൻസ് ഞാൻ പറയാം. നോട്ട്സ് ഇക്വേഷൻസ് ഒക്കെ എഴുതിയെടുക്കുന്ന ടൈം ജസ്റ്റ് ഒരു 1% താഴെയുള്ള സമയത്താണ് നമ്മൾ നോട്ട്സും ഇക്വേഷൻസും എഴുതിയെടുക്കുന്നത്. ബാക്കി 99.99% ടൈമും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ടൈമാണ്. ക്വസ്റ്റ്യൻസ് ചെയ്ത് അത്രയും തറവാവണം നമുക്ക് കൺസെപ്റ്റ്സിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടാണ് മനസ്സിലാവുക. നമ്മളിപ്പോൾ ഒരു ക്ലാസ് കണ്ടു ഫിസിക്സിന്, അല്ലെങ്കിൽ നമ്മൾ ഫിസിക്സിൻ്റെ ഒരു കൺസെപ്റ്റ് വായിച്ചു, അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിൻ്റെ ഫുള്ളി മനസ്സിലാവില്ല അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നവരെ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് 2 കാര്യത്തിനാണ്. ഒന്ന് സ്പീഡ് കൂട്ടാൻ, പിന്നെ കൺസെപ്റ്റ് മനസ്സിലാക്കാനും കൂടെ, പിന്നെ വേറൊന്നും കൂടെ ഉണ്ട് പ്രാക്ടീസിനും കൂടെ. നമ്മൾ പ്രാക്ടീസ് ചെയ്യണമല്ലോ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട്. അപ്പം ഫിസിക്സിൽ എന്ന് പറഞ്ഞാൽ ഇതിന് അത്ര സമയം എടുക്കരുത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞെന്നുള്ളൂ. ഇക്വേഷൻസിൻ്റെ ഒരു പേപ്പർ ഉണ്ടാക്കി വെച്ചാൽ അത് നിങ്ങൾക്ക് എപ്പോൾ ഉപകരിക്കും? നീറ്റിൻ്റെ തലേന്ന്, അല്ലെങ്കിൽ നിങ്ങൾ മോഡൽ എക്സാംസ് എഴുതുന്നതിൻ്റെ തലേന്ന്, നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എഴുതുന്നതിൻ്റെ കുറച്ച് മുന്നേ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഉപകരിക്കും. അപ്പോൾ ഈ നോട്ട്സ് എല്ലാം തന്നെ, ഞാൻ ഈ പറയുന്ന എല്ലാ നോട്ട്സും നിങ്ങൾക്ക് ഉപകരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ തലേന്നാണ്. തലേന്ന് നമുക്ക് എല്ലാം കൂടെ വായിച്ച് ഇരിക്കാനുള്ള ടൈം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഇപ്പം ഉണ്ടാക്കിയ നോട്ട്സിൻ്റെ വാല്യൂ എന്താണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതിനൊക്കെ സമയം ഞാൻ വെറുതെ കളയല്ലേ, പക്ഷെ അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ആ തലേന്ന് എന്നുള്ള സിറ്റുവേഷനിൽ ഇപ്പം ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കി എന്താ ചെയ്യാന്ന്. അപ്പം നിങ്ങളിപ്പോൾ ഓട്ടോമാറ്റിക്കലി നോട്ട്സ് ഉണ്ടാക്കാൻ അങ്ങ് തുടങ്ങും, നിങ്ങൾക്ക് മനസ്സിലാവും അത്. ഫിസിക്സിൻ്റെ കേസ് അതാണ്.